ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. യുദ്ധകാണ്ഡത്തിലെ 98-ാം സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. മഹോദരവധം. രാക്ഷസ രാജാവായ രാവണൻ പുത്രനായ ഇന്ദ്രജിത്ത് ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടെന്നറിഞ്ഞ് അത്യധികം വ്യഥിതനും ക്രോധിതനുമായി മഹോദരൻ, മഹാപാർശ്വൻ, വിരൂപാക്ഷൻ എന്നീ രാക്ഷസന്മാരോടൊപ്പം പടയോടും കൂടിച്ചേർന്ന് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ പല ദുർനിമിത്തങ്ങളും കണ്ടു. വീണ്ടും വാനര രാക്ഷസന്മാർ തമ്മിൽ ഘോരമായ പോര് തുടങ്ങി. രാവണൻ ആദ്യം വിരൂപാക്ഷനെയാണ് പടയോടൊത്ത് പോരിനയച്ചത്. വാനര രാജാവായ സുഗ്രീവനാണ് ആ രാക്ഷസനോട് പോരിൽ നേരിട്ടത്. വളരെ നേരത്തെ പോരിനു ശേഷം ഒടുവിൽ ആ രാക്ഷസൻ സുഗ്രീവന്റെ വജ്രതുല്യമായ കൈത്തലത്താൽ അടിയേറ്റ് ചോലയിൽ നിന്ന് ജലം ഒഴുകുന്നത് പോലെ നവദ്വാരങ്ങളിൽ നിന്ന് ചോര ഒഴുക്കിക്കൊണ്ട് നിലം പതിച്ചു. സുഗ്രീവൻ വിരൂപാക്ഷനെ വധിച്ചു. മഹാബലവാനായ വിരൂപാക്ഷനെ വാനരേന്ദ്രൻ വധിച്ചത് കണ്ട് പോരിൽ ഏറ്റുമുട്ടുന്ന കരുത്തന്മാരായ വാനര രാക്ഷസന്മാരുടെ സേനാസമുദ്രങ്ങൾ കരകവിഞ്ഞു 2 സമുദ്രങ്ങൾ പോലെ അതിഘോരമായി ആർത്തിരമ്പി. രണ്ടുപേരുടെയും, രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും സേനകളെ സമുദ്രങ്ങളായിട്ട് പറയുന്നു. കരകവിഞ്ഞൊഴുകുന്ന സമുദ്രങ്ങൾ എങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, അതേമായി ഘോരമായ ശബ്ദമാണ് ആ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും ആർത്തരവം. അവർ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. സന്തോഷം കൊണ്ട് വാനരന്മാരെല്ലാവരും വിരൂപാക്ഷനെ വധിച്ചു കണ്ട് ആർത്ത് വിളിച്ചു സന്തോഷിച്ചു. ആ വാനരന്മാരെല്ലാവരും ഭയപ്പെട്ടോടും ചെയ്യണം. സ്വബലസ്യ വിഘാതേന വിരൂപാക്ഷവധേന ച ബഭൂവദ്വിഗുണം ക്രുദ്ധോ രാവണോ രാക്ഷസാധിപ. വിരൂപാക്ഷന്റെ വധത്താലും തൻ്റെ സൈന്യത്തിൻ്റെ നാശത്താലും രാക്ഷസാധിപനായ രാവണൻ ഇരട്ടി അരിശം കൊണ്ടു. വാനരന്മാർ കൊന്നൊടുക്കിയതിനാൽ തൻ്റെ സൈന്യം ക്ഷയിക്കുന്നത് കണ്ടും പോരിൽ വിധി വിപരീതമായത് വന്നു കണ്ടും അവൻ വ്യഥിതനായി. രാവണൻ വ്യഥിതനായിട്ട് സമീപത്ത് നിന്നിരുന്ന ആ മഹോദരനോട് പറയാണ്, മഹാബാഹോ, ഇപ്പോൾ എൻ്റെ വിജയപ്രതീക്ഷ നിന്നിലാണ് നിലനിൽക്കുന്നത്. വീര, പരാക്രമം പ്രകടിപ്പിക്കുക, വൈരിസേനയെ വധിക്കുക. ഉണ്ടചോറിൻ്റെ കൂറു കാണിക്കാനുള്ള സമയമായി, നല്ല പോലെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ് രാവണൻ ആ മഹോദരനെ യുദ്ധത്തിനയക്കുകയാണ്. ഇപ്രകാരം പറയപ്പെട്ട രാക്ഷസേന്ദ്രനായ മഹോദരൻ കൽപ്പന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് യാത്രയായി. ഈയൽ തീയിലേക്കെന്ന പോലെ ആ ശത്രുസേനയിൽ പ്രവേശിച്ചു. മഹോദരൻ വാനരന്മാരുടെ സേനയിലേക്ക് പ്രവേശിച്ചു. എങ്ങനെ? ഇയ്യാമ്പാറ്റ തീയിലേക്ക് എടുത്ത് ചാടുന്ന പോലെയാണ്. അതായത് മരണം ഉറപ്പാണ്. ഇയ്യാമ്പാലയ്ക്ക് അധികം ആയുസ്സൊന്നുമില്ല. ഈ മഹോദരനും അങ്ങനെ തന്നെ. തേജസ്വിയും മഹാബലനുമായ ആ രാക്ഷസൻ സ്വാമിവാക്യത്താലും സ്വവീര്യത്താലും പ്രേരിതനായി വാനരന്മാർക്ക് വിഷമം സൃഷ്ടിച്ചു. മഹാസത്വന്മാരായ മർക്കടന്മാരും
കൂറ്റൻ കല്ലുകളെടുത്ത് ഘോരമായ വൈരിസേനയിൽ കടന്ന് ആ രാക്ഷസന്മാരെ നശിപ്പിച്ചു. വലിയ കോപത്തോടെ മഹോദരൻ പൊന്നണിഞ്ഞ ശരങ്ങളാൽ വലിയ പോരിൽ വാനരന്മാരുടെ കൈകളും കാലുകളും അരയുമൊക്കെ മുറിച്ചിട്ടു. മഹോദരനാണ് ആദ്യം വാനരന്മാരോട് എതിരിട്ടത്. ആ വാനരന്മാരെല്ലാം രാക്ഷസന്മാരുടെ പീഡനമേറ്റ് 10 ദിക്കുകളിലേക്കും പാഞ്ഞുപോയി. ചിലർ സുഗ്രീവനെ ശരണം പ്രാപിച്ചു. വാനരന്മാരുടെ വൻപട പോരിൽ ചിതറിപ്പോയത് കണ്ട് സുഗ്രീവൻ സമീപസ്ഥനായ മഹോദരന്റെ നേർക്ക് ഓടി. അടുത്തു തന്നെ ഉണ്ടായിരുന്ന മഹോദരന്റെ നേർക്ക് പോയി. ആ മഹോദരനോട് പോരാടാൻ പോകാണ്. പണ്ട് വിരൂപാക്ഷനോടെന്ന പോലെ ഈ മഹോദരനെയും യുദ്ധത്തിൽ തോൽപ്പിക്കാനായിട്ടാണ് സുഗ്രീവന്റെ പോക്ക്. മഹാതേജസ്വിയായ വാനരേശ്വരൻ പർവ്വതത്തിനൊത്ത പടുകൂറ്റൻ പാറയെടുത്ത് ആ രാക്ഷസനെ കൊല്ലാനായി ആഞ്ഞെറിഞ്ഞു. വേഗം വന്നു വീഴുന്ന ആ മഹാശില കണ്ട് മഹോദരൻ ഒട്ടും സംഭ്രാന്തിയില്ലാതെ തന്നെ തൻ്റെ ശരങ്ങൾ കൊണ്ട് തടുക്കാൻ കഴിയാത്ത അതിനെ തകർത്ത് കളഞ്ഞു. ആ പാറയെ തകർത്ത് കളഞ്ഞു മഹോദരൻ. ആ പാറ പിളർക്കപ്പെട്ടത് കണ്ട് കോപപരവശനായ സുഗ്രീവൻ വലിയൊരു പൈൻ വൃക്ഷം പറിച്ചെടുത്ത് രാക്ഷസന്റെ നേർക്കെറിഞ്ഞു. ശൂരനായ രാക്ഷസൻ ശരങ്ങൾ കൊണ്ട് ആ മരത്തെയും മുറിച്ചിട്ടു. അപ്പോൾ ക്രുദ്ധനായ സുഗ്രീവൻ നിലത്തു വീണ പരിഘം കണ്ടു. നിലത്ത് കിടക്കുന്ന ഒരു പരിഘം കണ്ടു. അതെടുത്തു. തിളങ്ങുന്ന പരിഘം കയ്യിലെടുത്ത് ചുഴറ്റി വേഗം പരികാഗ്രം കൊണ്ട് അവന്റെ ഉത്തമാശ്വങ്ങളെ അടിച്ചു കൊന്നു. ഉത്തമമായ കുതിരകളെ, മഹോദരന്റെ തേര് തെളിക്കുന്ന കുതിരകളെ അടിച്ചു കൊന്നു. വീരനായ മഹോദരൻ കൊല്ലപ്പെട്ട കുതിരകളോടുകൂടിയ ആ വൻ തേരിൽ നിന്ന് കുതിച്ചു ചാടി കോപത്തോടെ ഗദയെടുത്തു. രാക്ഷസൻ ആ തേരിൽ നിന്ന് കുതിച്ചാടി കോപത്തോടുകൂടി ഗദയെടുത്തു. സുഗ്രീവന്റെ നേർക്ക് പ്രയോഗിക്കാൻ ഗദയും പരിഘവും കയ്യിലേന്തിയ ആ വീരന്മാർ 2 കാളകളെ പോലെ അലറിക്കൊണ്ട് മിന്നലോടൊത്ത മേഘങ്ങളെ പോലെ പോരിൽ പരസ്പരമിടഞ്ഞു. 2 പേരും തുല്യമായി പൊരുതി, ഗദയും പരിഘവും കൊണ്ട്. പരിഘം സുഗ്രീവന്റെ കയ്യിലും ഗദ ഇപ്പോൾ മഹോദരന്റെ കയ്യിലുമാണ്. രാക്ഷസനായ മഹോദരൻ ക്രുദ്ധനായി സൂര്യനെ പോലെ തപിപ്പിക്കുന്ന ഗദ സുഗ്രീവന്റെ നേർക്കെറിഞ്ഞു. മഹായുദ്ധത്തിൽ മഹാഘോരമായ ആ ഗദ പാഞ്ഞു വന്നപ്പോൾ കരുത്തനായ ആ സുഗ്രീവൻ കോപം കൊണ്ട് കലങ്ങിയ കണ്ണോടെ അവന്റെ ഗദയിൽ പരിഘം കൊണ്ട് ആഞ്ഞടിച്ചു. സുഗ്രീവൻ തന്റെ പരിഘം കൊണ്ട് ആ ഗദയിൽ ആഞ്ഞടിച്ചപ്പോൾ ആ ഗദയും പരിഘവും ഒന്നിച്ചു തകർന്ന് നിലംപതിച്ചു. ആ 2 അസ്ത്രങ്ങളും 2 ആയുധങ്ങളും നശിച്ചു. പിന്നെ തേജസ്വിയായ സുഗ്രീവൻ ഭൂമിയിൽ നിന്ന് ഘോരവും സ്വർണാലങ്കൃതവുമായ ഒരു ഇരമ്പുലയ്ക്ക് കിടക്കുന്ന കണ്ടു. അതിനെ എടുത്തു സുഗ്രീവൻ അതെടുത്ത് മഹോദരന്റെ നേർക്കെറിഞ്ഞു. അപ്പോൾ മഹോദരനും മറ്റൊരു ഗദ എടുത്ത് അതിനെ തടുത്തു, തിരിച്ചെറിഞ്ഞു. 2 ആയുധങ്ങളും തമ്മിൽ കൂട്ടിമുട്ടി പിളർന്ന് പരസ്പരം താഴെ വീണു. അതായത് ആ പരിഘവും ഗദയും പരസ്പരം കൂട്ടിമുട്ടി പിളർന്ന് ഭൂമിയിൽ വീണു. തേജസ്സും ബലവുമേറിയ അവരിരുവരും ആയുധങ്ങൾ നശിച്ചപ്പോൾ ജ്വലിക്കുന്ന അഗ്നികളെ പോലെ മുഷ്ടികൾ കൊണ്ട് പോരാടി. 2 പേരും മുഷ്ടികളെ കൊണ്ട് യുദ്ധം ചെയ്യാണ്. അവർ തമ്മിൽ പ്രഹരിച്ചു. വീണ്ടും വീണ്ടും അലറി കൈത്തലങ്ങൾ കൊണ്ട് പരസ്പരം പ്രഹരിച്ച് നിലത്ത് വീണു. ആ സുഗ്രീവനും മഹോദരനും തമ്മിൽ യുദ്ധം നടത്തുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പ്രഹരങ്ങൾ ഏൽക്കുന്നു, നിലത്ത് വീഴുന്നു, വീണ്ടും ചാടി എഴുന്നേൽക്കുന്നു, വീണ്ടും യുദ്ധം തുടരുന്നു. അപരാജിതരായ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയും പ്രഹരിക്കുകയും ഒക്കെ ചെയ്തു. വൈരിനാശകരായ ആ വീരന്മാരിരുവരും മുഷ്ടിയുദ്ധത്തിൽ തളർന്നുപോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവരതിൽ തളർന്നു. അപ്പോൾ മഹാവേഗവാനും രാക്ഷസപുങ്കവനുമായ മഹോദരൻ പരിചയോടൊപ്പം അടുത്തു കിടന്ന വാളെടുത്തു.
ഒരു വാളും പരിചയം കിടത്തുന്ന കണ്ടു. അതിനെ എടുത്തു രാക്ഷസൻ. വേഗവാനും വാനരശ്രേഷ്ഠനുമായ സുഗ്രീവനും അതുപോലെ പരിചയോടൊപ്പം വീണ് കിടക്കുന്ന ഒരു വലിയ വാൾ കൈക്കലാക്കി. രണ്ടുപേരും വാളും പരിചയം എടുത്ത് യുദ്ധം തുടങ്ങാണ്. സർവാംഗങ്ങളിലും ക്രോധം പൂണ്ട ആ യുദ്ധഗോവിതന്മാർ ഉത്സാഹത്തോടെ അലറിക്കൊണ്ട് ആ വാളുകളേന്തി പോരിനു വേണ്ടി പാഞ്ഞെടുത്തു. വിജയിച്ചുക്കളായ അവർ ഇരുവരും അന്യോന്യം അരിശം കൊണ്ടു. ശൂരനും വേഗശാലിയും വീരശ്ലാഘിയും ദുർബുദ്ധിയുമായ ആ മഹോദരൻ സുഗ്രീവന്റെ പോർച്ചട്ടയിൽ വാള് കണ്ടു വെട്ടി. തറഞ്ഞ വാൾ വലിച്ചെടുക്കുമ്പോൾ ശിരോകവചവും കുണ്ടലങ്ങളും ധരിച്ച ആ രാക്ഷസന്റെ ശിരസ് സുഗ്രീവൻ വാൾ കൊണ്ട് വെട്ടി വീഴ്ത്തി. ആ വാള് വലിച്ചെടുക്കുന്ന സമയത്ത് ആ രാക്ഷസനെ വാനരാധിപനായ സുഗ്രീവൻ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. തലയറ്റ് നിലത്ത് വീണ രാക്ഷസേന്ദ്രനെ കണ്ട അവന്റെ സൈന്യത്തെ അവിടെ എങ്ങും കാണാതായി. രാക്ഷസൻ മരിച്ചു വീണപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സൈന്യങ്ങളെല്ലാം അവിടുന്ന് ഓടിപ്പോയി. ആ വാനരൻ അവനെ വധിച്ച ശേഷം മൂതമാർന്ന് മറ്റു വാനരന്മാരോടൊപ്പം ആർത്തലറി വിജയാരവം മുഴക്കി. അത് കേട്ട് രാവണൻ രുഷ്ടനായി. രാവണന് കോപം വന്നു. രാഘവൻ ഹൃഷ്ടനായി. രാഘവൻ ആഹ്ലാദിച്ചു. വാനരന്മാരുടെ അലർച്ച കേട്ടിട്ട് രാവണന് കോപം വന്നു. രാഘവൻ ആഹ്ലാദിച്ചു, സന്തോഷിച്ചു. വിഷണ്ണവദനന്മാരും ദീനമാനസന്മാരുമായ രാക്ഷസന്മാരെല്ലാം പേടിച്ചരണ്ട് തലപാടും ഓട്ടം തുടങ്ങി. മഹാഗിരി ഒട്ടാകെ ഇടിഞ്ഞതുപോലെ മഹോദരനെ നിലത്തു വീഴ്ത്തിയ സൂര്യാത്മജനായ സുഗ്രീവൻ വിജയശ്രീയാൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. സ്വതേജസ്സാൽ അദർശനായ സൂര്യനെ പോലെ വിജയശ്രീയാൽ വിളങ്ങി നിന്നു ആ സുഗ്രീവൻ. പോർക്കളത്തിൽ വിജയം വരിച്ച വമ്പനായ വാനരേന്ദ്രനെ സുരസിദ്ധ യക്ഷ സംഘങ്ങളും ഭൂതലത്തിലുള്ള സകല ജീവജാലങ്ങളും സഹർഷം വാഴ്ത്തി സ്തുതിച്ചു. സുഗ്രീവനെ എല്ലാവരും വാഴ്ത്തി സ്തുതിച്ചു. ഈ സുഗ്രീവൻ തന്നെയാണ് ആ വിരൂപാക്ഷനെയും വധിച്ചത്. മഹോദരനെയും രണ്ടുപേരെയും വധം കഴിഞ്ഞു. അടുത്തതിന് പാർശ്വൻ എന്ന ആ രാക്ഷസനാണ് ഇവരുടെ മഹോദരന്റെ സഹോദരനായ മഹാപാർശ്വനാണ് യുദ്ധത്തിന് വരുന്നത്. ബാലിപുത്രനായ അംഗദനാണ് ആ രാക്ഷസനോട് ഏറ്റുമുട്ടുന്നത്. 99-ാം സർഗത്തിലെ മഹാപാർശ്വവധമാണ് കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.